മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ മണിയെ കഴുകി വെളുപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് കഴുകി വെളുപ്പിക്കുന്നത്? അത് കറുത്ത മണിയായതുകൊണ്ട്. അതിനാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴുകി വെളുപ്പിക്കാൻ വേണ്ടി വരുന്നൊരവസ്ഥ എവിടെയാണ്? അക്കൗണ്ടിൽ പെടാത്ത മണി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിൽ പെടാത്ത മണി ഉണ്ടാകുന്നത്? അത് പലതരത്തിലാണ്. ഒന്ന്, ടാക്സ് വെട്ടിച്ച് നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാകും. അത് അൺഅക്കൗണ്ടഡ് മണിയാണ്. അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മണി ലോണ്ടറിങ് സംഭവം നടത്താറുണ്ട്. ഇതല്ലാതെ അനധികൃതമായ കച്ചവടം നടത്തിയിട്ട് പൈസ ഉണ്ടാവും. ഇതും അക്കൗണ്ടിൽ വരാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് അതും മണി ലോണ്ടറിങ്ങിൽ വരും. അതിനെയും കഴുകി വെളുപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഇവർ അന്വേഷിക്കാറുണ്ട്. ഇത് കൂടാതെ മറ്റേതെങ്കിലും രീതിയിൽ നമ്മളുടെ സോഴ്സിന് അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ബാങ്കുകൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമല്ല, അതിന് സിസ്റ്റം തന്നെയുണ്ട്. ഇത് കണ്ടുപിടിക്കാനും അത് അതിനെതിരെ ആക്ഷൻ എടുക്കാനുമുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഇന്ന് എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. എന്ന് മാത്രമല്ല, ബാങ്കുകൾ പരാജയപ്പെടുന്നിടത്ത് സെൻട്രൽ ബാങ്ക് ഇടപെടുകയും അങ്ങനെ സെൻട്രൽ ബാങ്കുകൾക്ക് വലിയ തോതിലുള്ള ഫൈൻ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് ഒരു സാധാരണ ആൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ കയ്യിൽ വരുന്ന പൈസയ്ക്ക് അതിൻ്റെ സോഴ്സ് ഉണ്ടായിരിക്കണം. ഈ സോഴ്സ് എന്ന് പറയുന്നത് അപ്പുറത്തെ സോഴ്സ് ഓക്കെയാണ് എന്നുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാൾ എനിക്ക് പൈസ തന്നു, സോഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അയാൾ എനിക്ക് ഈ പൈസ തരാൻ എന്താണ് കാരണം? എന്തിനാണ് അദ്ദേഹം എനിക്ക് പൈസ തരുന്നത്? ഇത് കൃത്യമായി നമുക്ക് അധികാരികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയാണ്, ആ കമ്പനിയിലേക്ക് കുറച്ച് പൈസ വന്നു. എന്നാൽ ഈ കമ്പനിയിലേക്ക് ഈ പൈസ വരാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ഇവർ പൈസ തന്നത്? ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനി സാധനങ്ങളോ സേവനങ്ങളോ കൊടുത്താലേ അവരുടെ ഇൻകം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻകം എങ്ങനെയാണ് വന്നത്? ഇവർ കൊടുത്ത ഏത് സേവനത്തിനാണ്, അല്ലെങ്കിൽ ഇവർ കൊടുത്തിട്ടുള്ള ഏത് സാധനത്തിനാണ് ഈ പൈസ വന്നത് എന്ന് കാണിക്കേണ്ട ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, ഇനി കുറേ കൂടി വിപുലമാണ് ഈ ഇവിടെയുള്ള കാര്യങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം വളരെ കർശനമായ നിയമങ്ങളാണ്. നാം ബന്ധപ്പെടുന്ന കമ്പനികളുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരത്തിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം അവർ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കും വരും. കാരണം ഇനി അവർ സാങ്ഷൻ കൺട്രീസിലുള്ളതോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുമായി ഡീല് ചെയ്തതിൻ്റെ പേരിൽ നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടാം. ആലോചിക്കേണ്ടതുണ്ട്. കാരണം വളരെ കർശനമായ സുതാര്യമായ ട്രാൻസാക്ഷൻ അല്ലാത്ത ഒന്നും ഇവിടെ എന്നല്ല എവിടെയും ബാങ്കിങ് മേഖലയിൽ അനുവദിക്കുന്നില്ല. UAE പ്രത്യേകിച്ചും അത് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ട്. അങ്ങനെ സുതാര്യമല്ലാത്ത ഒരു ട്രാൻസാക്ഷനും നടത്താൻ കഴിയില്ല. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു നമ്മളെ സമീപിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകുന്നിടത്താണ് പിന്നെയും നമുക്ക് അബദ്ധം പറ്റുന്നത്. അതിന് വ്യവസ്ഥാപിതമായ, ഇപ്പോൾ ഇവിടെ ട്രേഡിംഗ് നടത്തണമെങ്കിൽ ഇവിടെ ദുബായിൽ ട്രേഡ് മാർക്കറ്റ് ഉണ്ട്, ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, അബുദാബിയിലുണ്ട്. ഇവിടെ എല്ലാം രജിസ്റ്റർ ചെയ്ത് നമുക്ക് നേരിട്ട് ഈ ട്രേഡിംഗ് നടത്താം. ഇനി ഇതല്ലെങ്കിൽ ഇതിന് അവിടെ ലൈസൻസ് ഉള്ള ഒരുപാട് ഏജൻസികളുണ്ട്, അവർ മുഖേന നമുക്ക് ട്രേഡിംഗ് നടത്താം. ഇതല്ലാത്ത മറ്റേതെങ്കിലും 100 കണക്കിന് കോളുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈനംദിനം കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടോ, ഈ ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടോ, ഇങ്ങനെ ട്രേഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരിക്കൽ പോലും നിങ്ങളതിന്
പിന്നെ ചെവി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ചെന്ന് പോയി ചാടുന്നത് വലിയ അബദ്ധത്തിലായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ, ഇനി ട്രേഡിംഗ് അറിയാത്ത ആളുകൾക്ക് അത് പഠിക്കാനുള്ള ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. അത് പഠിച്ചുകൊണ്ട് അവർക്ക് സ്വയം ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒഫീഷ്യലായി, അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ മുഖേന അവർക്ക് ട്രേഡിംഗ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യത്തിൽ വ്യക്തിയും സ്ഥാപനങ്ങളും കൃത്യമായി നിയമങ്ങൾ പാലിച്ചു പോയില്ലെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതാകും. കാരണം ബാങ്കുകൾ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിൽ ആണുള്ളത്. അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതോടുകൂടി പിന്നെ ഒരു കാരണവശാലും അവർക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാതെ വരും. രണ്ട്, ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ മാത്രമല്ല, ഇവിടുത്തെ മിനിസ്ട്രികളും എല്ലാ കാര്യത്തിലും ഇത് മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും പുതിയതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ കമ്പനികളും വലിയ ചോദ്യാവലി, 400-ഉം 500-ഉം ഒക്കെയുള്ള ചോദ്യാവലികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് അവരുടെ സോഴ്സസ്, അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ്റെ നേച്ചർ എന്താണ്, എവിടെ നിന്നൊക്കെയാണ് പൈസ വരുന്നത്, ഏതെല്ലാം രീതിയാണ്, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അങ്ങനെ അതിനുള്ള സംവിധാനവും ഇവിടെ മിനിസ്ട്രി ലെവലിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുതാര്യമല്ലാത്ത ഒരു ബിസിനസ്സും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. ആരൊക്കെ നടത്തുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിവീഴുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, 2025 മുതൽ എന്ന് പറയുന്നത് UAE സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്, പ്രത്യേകിച്ചും ബിസിനസ് മേഖലയിൽ. അതായത് 2025 കോർപ്പറേറ്റ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വാറ്റ് ഒക്കെ പോലെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും വാങ്ങി അത് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു രീതിയല്ല. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസിന്റെ ലാഭത്തിൽ നിന്നുള്ള നിശ്ചിത ശതമാനമാണ് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബിസിനസ്സിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളും ലാഭത്തെ ബാധിക്കും. അങ്ങനെ ലാഭത്തെ ബാധിക്കുക വഴി ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തെയും ബാധിക്കും. സ്വാഭാവികമായും ഈ പറയുന്ന ഈ നഷ്ടം സംഭവിച്ച രീതി അത് ടാക്സ് വെട്ടിപ്പിനുള്ള ഒരു സാഹചര്യമാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ടാക്സ് അതോറിറ്റി ഇവിടെ ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ചെലവുകളും കൃത്യമായും ഒരു ബിസിനസ്സിന് അനുയോജ്യമായ രീതിയായിരിക്കണം. ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പോൾ കമ്പനി നടത്തുന്ന ആളുകൾ ഒരുപക്ഷെ ചിലപ്പം അയാളുടെ സ്വന്തം കമ്പനിയായിരിക്കും, അയാൾ 100% ഓണർഷിപ്പ് ഉള്ളതായിരിക്കും. എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ കാശെടുക്കാം എന്നുള്ള രീതിയിൽ അയാൾ ചെലവെഴുതി എടുത്താൽ അയാൾ പിടിക്കപ്പെടും. ഇനി അയാൾ എനിക്ക് എൻ്റെ കമ്പനി ആയതുകൊണ്ട് എനിക്ക് 50,000 പിന്നെ എൻ്റെ സാലറി ആയിട്ട് എടുക്കാം, നടക്കില്ല. കാരണം അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് അത് മാർക്കറ്റിൽ എത്രയാണോ ആ ജോലിക്ക് കൊടുക്കാൻ പറ്റുന്ന ശമ്പളം, അതിൽ കവിഞ്ഞ ശമ്പളം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും ഇതിൻ്റെ പ്രോഫിറ്റിലേക്ക് മാറ്റുകയും എന്നിട്ട് അതിനനുസരിച്ച് ടാക്സ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. മറിച്ച് അയാളുടെ ലാഭത്തിൽ അയാൾക്ക് ഡിവിഡൻഡ് എടുക്കാം, പക്ഷെ ചെലവായിട്ട് ശമ്പളമോ മറ്റോ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒന്നുകൂടി ഇത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ കോർപ്പറേറ്റ് ടാക്സ് പിന്നെ വന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന് അതിൽ അതീവമായിട്ടുള്ള ശ്രദ്ധയുണ്ട്. ഓരോ കമ്പനിയുടെയും കണക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാ കമ്പനികളും അവർ പിന്നെ ഓഡിറ്റഡ് ഫൈനാൻസ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ കമ്പനിയിലൊരു ഫ്രോഡ് നടന്നാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഫ്രോഡ് നടന്നാൽ ഫ്രോഡ് വഴി കമ്പനിക്ക് കുറേ നഷ്ടം വരും. അങ്ങനെ നഷ്ടം വന്നാൽ അത് കമ്പനിയുടെ ലാഭത്തെ ബാധിക്കും. അങ്ങനെ ലാഭത്തെ ബാധിച്ചാൽ അത് ടാക്സിനെ ബാധിക്കും, ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം കുറയും. സ്വാഭാവികമായും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഫ്രോഡ് എങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കാനുള്ള അധികാരം കൂടി ടാക്സ് അതോറിറ്റിക്ക് ഉണ്ടാവുമെന്ന് നാം പ്രത്യേകം ആലോചിക്കണം. കാരണം ഇങ്ങനെ ഒരു ഫ്രോഡ് അവിടെ നടക്കാതിരിക്കാൻ എന്ത് പ്രിവെൻഷനാണ് ഈ കമ്പനി ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേകമാണ്. അതായത്
നമ്മളൊരു സാധനം കളവ് ചെയ്യാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത് ആ സാധനം കളവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളവിന് ഉത്തരവാദി നമ്മൾ കൂടിയാണ്. നമ്മളൊരു സാധനം തുറന്നു വെച്ചിട്ടോ കട തുറന്നു വെച്ചിട്ടോ പിന്നെ ആളുകൾക്ക് അത് എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം കൊടുത്തിട്ട് അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി എന്ന് പറയുന്നത് നമ്മൾ അതിനും കൂടി സഹായം ചെയ്തു കൊടുത്തു എന്നത് വ്യാഖ്യാനിക്കുന്നത് പോലെ തന്നെയാണ്. ഫ്രോഡ് പ്രിവെന്റ് ചെയ്യാനുള്ള സംവിധാനം ആ കമ്പനി ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ഫ്രോഡ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ കമ്പനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പുതിയ രീതി നേരത്തെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക് ഉണ്ടായിരുന്ന ആ രീതി ഇനി പ്രൈവറ്റ് കമ്പനികൾക്കും ബാധകമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. എല്ലാ കമ്പനികളും ഇത്തരത്തിലുള്ള ഫ്രോഡ് തടയാനും അതുപോലെ തന്നെ ആൻറ്റി മണി ലോണ്ടറിങ് പിന്നെ അതിൻ്റെ പോളിസി ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റ് അനുയോജ്യമായിട്ടുള്ള പോളിസികളൊക്കെ ഉണ്ടാക്കാനും ഒരു നിർബന്ധിതരാകും. അതിൻ്റെ ടെസ്റ്റഡ് കേസൊന്നും ഇതുവരെയും വരാത്തതുകൊണ്ട് ആളുകൾക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് അത്തരം കാര്യങ്ങൾക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ആവശ്യങ്ങളും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു നീണ്ട 30 വർഷത്തെ പ്രവർത്തന കാലയളവിന് ശേഷം വീണ്ടും സാർ ഈ ഒരു നിയമരംഗത്ത് തന്നെ തുടരുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ പറ്റിയും കൂടെ പറഞ്ഞ്. അത് വളരെ നല്ല ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അത് പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം കൂടിയാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഒന്നും നേരത്തെ അങ്ങനെ തീരുമാനിച്ചിരുന്നില്ല റിട്ടയർമെന്റിന് ശേഷം UAE തുടരും എന്നുള്ളത്. പക്ഷേ എൻ്റെ ഫാമിലിയും മറ്റും മക്കളെല്ലാം ഇവിടെ സെറ്റിൽ ആയതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടും നാടിനേക്കാൾ നല്ലത് ഇവിടെയാണെന്ന് തീരുമാനിക്കുകയും അങ്ങനെ എൻ്റെ ഒരു നീണ്ടകാലത്തെ കോർപ്പറേറ്റ് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് അതിനൊരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ലീഗൽ കൺസൾട്ടൻസി ആരംഭിക്കാനുള്ള ഒരു തീരുമാനം എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ആഷിഖുമായി പങ്കുവച്ചപ്പോൾ ആഷിഖ് കൂടി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാനുള്ളത്. ഇത് തികച്ചും ഈ പറഞ്ഞത് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ കുറേ അനുഭവങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ ഡോക്യുമെൻറ്റേഷൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ പലപ്പോഴും പല അബദ്ധങ്ങളിൽ ചെന്നുപെടാറുണ്ട്, കേസുകളിൽ ചെന്നെത്താറുണ്ട്. അങ്ങനെയുള്ള കേസുകളെയൊക്കെ ഒഴിവാക്കാൻ നേരത്തെ തന്നെ അവർ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നതുകൂടി അവരെ ഉപദേശിച്ചു കൊടുക്കാനും അങ്ങനെ ഒരു കേസിലേക്ക് പോകാതെ കേസിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നിടത്തു നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് അതിൻ്റെ പിന്നിലെ വസ്തുത. നന്ദി സാർ, ഇത്രയും സമയം സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് സമയം ചെലവായിട്ടുണ്ട്. നന്ദി. താങ്ക് യു വെരി മച്ച്. പറ്റിയല്ലേ, കോടതിയിൽ കോർപ്പറേറ്റ് കക്ഷികൾ പോകുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ 1.5 മിനിറ്റുള്ള സാധനം എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അത് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടി മാത്രമല്ല. എന്തിനാണ് ഞങ്ങൾ ഇതിന്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ് ഇത് തുടങ്ങാൻ കാരണം, ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് തുടങ്ങി. യൂണിവേഴ്സൽ ലീഗൽ അസോസിയേറ്റ്സ്, അതാണ് UL അസോസിയേറ്റ്സ്. യൂണിവേഴ്സൽ ലീഗൽ അസോസിയേറ്റ് എന്ന ഈ ഒരു നിയമ സ്ഥാപനം തുടങ്ങുന്നതിന്റെ പിന്നിലെ ഒരു ആശയം എന്തായിരുന്നു? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം ഞങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 3 നൂറ്റാണ്ടുകൾ നല്ലൊരു ചോദ്യമാണ്. അപ്പം ഞങ്ങളുടെ നീണ്ടകാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലീഗൽ എൻറ്റിറ്റീസ് അഥവാ ബിസിനസ് സ്ഥാപനങ്ങൾ ചെന്നെത്തിപ്പെടുന്ന പല അബദ്ധങ്ങളും കണ്ട് അവരുടെ കേസും മറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ പാലിച്ചിരിക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ആശയത്തിലേക്ക് തന്നെ വരുന്നത്. ഉദാഹരണത്തിന് നമ്മളെപ്പോഴും ഒരു ലീഗൽ ഫേമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ലീഗൽ സപ്പോർട്ടിനെയോ കുറിച്ചോ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും നമുക്കൊരു ലീഗൽ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോഴാണ്. ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. അയാൾക്ക് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടായാൽ മാത്രം ഒരു ലോയറെ കണ്ടാൽ മതി. പക്ഷേ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ അവരുടെ ഓരോ ആക്ടിവിറ്റിയും അത് നിയമപരമായി ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അവർ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചാടാറുണ്ട്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
അവർ ദൈനംദിനം നിരവധി ഡോക്യുമെന്റുകൾ സൈൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ആ ഡോക്യുമെന്റ് അത് ചിലപ്പം അവരുടെ ഏജൻസികളാവട്ടെ, അവരുടെ സപ്ലയർ ആവട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ ആവട്ടെ, ഈവൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഇൻഷുറൻസ് കമ്പനി ആവട്ടെ, മറ്റ് ഏതൊരു സ്ഥാപനമായാലും അവരുടെ ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും കമ്പനികൾ ചെയ്യാറുള്ളത് അവരുടെ കൗണ്ടർ പാർട്ടി കൊടുക്കുന്ന ഡോക്യുമെന്റ്സിനെ അപ്പടി അംഗീകരിച്ച് സൈൻ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് പലപ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാറില്ല. മറിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോഴാണ് നമ്മളിത് പരിശോധിക്കുമ്പോഴാണ് ഈ ഡോക്യുമെന്റിൽ വളരെയധികം ഡെഫിഷ്യൻസി ഉണ്ടെന്നും ഇത് ഇവർക്ക് അനുകൂലമല്ല എന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇങ്ങനെ ഒരു സ്ഥാപനം, അഥവാ നമ്മൾ ഒരു പ്രോആക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി, അതായത് കേസ് വരുന്നതിന് മുമ്പ് റിയാക്ട് ചെയ്യുന്ന അതിനേക്കാൾ മുമ്പേ ഒരു പ്രോആക്റ്റീവായിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അത് വെരിഫൈ ചെയ്ത് ലീഗലി അവർക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ച് എന്നതിന് ശേഷം മാത്രം കക്ഷികളോട് സൈൻ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു അഡ്വൈസിങ് സ്ഥാപനം എന്നുള്ള രീതിയിലാണ് നാം ഇതിനെ ആരംഭിച്ചത്. ഇത് പലപ്പോഴും വലിയ വലിയ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് അവർക്ക് സ്വന്തമായിട്ടുള്ള ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്യുമെൻ്റ് വന്നാൽ അതിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയേ അത് പോകുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്ക് ഇല്ല. പക്ഷേ ഒരു ചെറിയ സ്ഥാപനം SMEകൾ പലപ്പോഴും അവർക്ക് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റിനെ അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന ഡോക്യുമെൻ്റ് സൈൻ ചെയ്തു പോവുകയാണ്. ഓരോ ഡോക്യുമെൻറ്റും സൈൻ ചെയ്യുന്നത് അവർ റിസ്ക് ഏറ്റെടുക്കുന്നതാണ്. ആ റിസ്കിനെ അവർക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ ഒരു ലീഗൽ അഡ്വൈസ് തേടുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ഒരു ഇൻഹൗസ് ലീഗൽ അഡ്വൈസറെ പോലെ നമുക്ക് ആക്ട് ചെയ്യാനും അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കാനുമുള്ള ഒരവസ്ഥ. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേസുകളെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അതിനെപ്പറ്റി അതിനു വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ കേസിലേക്ക് പോയാൽ പോലും ആ കേസ് ജയിക്കുമെന്ന് ഉറപ്പിക്കാൻ ഇവരുടെ ഡോക്യുമെന്റ് എങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം.